ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നോമ്പ് തുറയില്ല കേട്ടോ. ഞാൻ മെഡിസിൻ എടുക്കുന്ന കാരണം എനിക്ക് ഫുഡ് കഴിക്കേണ്ടി വന്നു. ഞാൻ അതുകൊണ്ട് ചയൻസി വന്നിട്ട് ഇവരെ ചില്ലി ഹോട്ട് ഡോഗ് കഴിക്കാം കേട്ടോ. ഭയങ്കര മെസ്സി ആയിട്ടുള്ളത്, നമുക്ക് മെസ്സി അല്ലാതെ കഴിക്കാൻ പറ്റില്ല. ബീഫ് കീമ വെച്ചിട്ടുണ്ടാകും ഇതുണ്ടോ. എന്നിട്ട് ഇത് സോസേജസും കുറച്ച് ഫ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രൈസ് നമുക്ക് തന്നെ കയറ്റി വെക്കാം. ഇങ്ങനെ കയറ്റി വെക്കണം. എന്നിട്ട് ഒരു കടി എൻ്റെ ഫേവറേറ്റ് ഗൈസ്. അച്ചായൻസിൽ അവർ ഫിഷ് മീൽസ് ഈ സംഭവം മസ്റ്റ് ട്രൈ ചെയ്യാം. അറിയാം, ഒരാളെങ്കിലും എന്നോട് ചോദിക്കും എന്ത് പറ്റിയെന്ന് നോമ്പില്ല എന്ന്. എനിക്ക് വയ്യാത്തത് കൊണ്ട് എനിക്ക് നോമ്പെടുക്കാൻ പറ്റണില്ലായിരുന്നു കേട്ടോ ഗൈസ്. അതായിട്ട് ഇന്ന് നോമ്പില്ലായിരുന്നു. ഞാൻ പിന്നെ ആലോചിച്ചു, ഇപ്പം നോമ്പെടുക്കണ പോലെ തന്നെ ഒന്നും കഴിക്കണ്ട, നോമ്പെടുക്കണ ടൈം ആകുമ്പോൾ കഴിക്കാമെന്ന്. പക്ഷേ എന്തായാലും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വയ്യായ പോലെ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ ഗൈസ്. അതാണ് ഇന്ന് നോമ്പില്ലാത്തത്, വയ്യാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് വരും നോമ്പുകളൊക്കെ എടുക്കാൻ പറ്റട്ടെ, ആമീൻ. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. ഇപ്പം ഞാനിപ്പോൾ ഫുഡ് കഴിച്ചു, ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുവാണ്. ഇനി മിക്കവാറും രാത്രി ആയിരിക്കും കഴിക്കുമ്പോൾ. കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ടും വിശപ്പും കുറച്ച് കമ്മിയാണ്. എനിക്ക് ഒരുപാട് അങ്ങോട്ട് കഴിക്കാനും കഴിയില്ല, വയ്യാത്തതുകൊണ്ടായിരിക്കും. ഹോപ്പ്ഫുള്ളി ഐ ബി ഫൈൻ സൂൺ. അപ്പോൾ അതാട്ടോ അത്. നമ്മളങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിന് ആ ചില്ലി ഇതില്ലേ ഹോട്ട് ഡോഗ്, എൻ്റെ ഇത് കേട്ടിട്ട് അത് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ്. കുറച്ച് ക്യാമറ ഷൈ ആയത് കാരണം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. പക്ഷേ ആ സമയത്തിനുള്ള നമ്മുടെ സമയം പോകണമല്ലോ. ക്യാമറ ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാമറ ഇടിച്ചു തെറിപ്പിക്കാന്നുള്ളത് ഗൈസ്. ഗൈസ്, വാട്ടർമെലൺ ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്തു. അത് മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഇരുന്നപ്പോഴത്തേക്കും എനിക്കൊരു തോന്നൽ അത് മതിയാകൂലാണ്. അവിടെ ഞാൻ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ട് ഒരു പുതിയ ലിപ്സ്റ്റിക്ക്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാട്ടോ ഗൈസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്തോ. കുറേ നാൾക്ക് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് മേടിച്ചത്. എനിവേയ്സ്, ലെറ്റ്സ് ഈറ്റ്. നമുക്ക് ആദ്യം വന്നത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. വാട്ടർമെലൺ ജ്യൂസ് ഇങ്ങനെ കലക്കി ചെയ്യണം. കാരണം കണ്ടാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ എന്തൊരു ചൊവ. കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പേരെന്തേലും ബിരിയാണി, ചിക്കൻ ബിരിയാണി ആട്ടാ. ബിരിയാണിയുടെ കൂടെ പപ്പടം കഴിക്കണത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമുള്ള കേസല്ല, നിങ്ങൾക്കറിയാലോ. എനിവേസ്, ഒരു ഫുള്ളാട്ടോ ഞാൻ പറഞ്ഞത്. ചിക്കൻ തൊടിച്ചിരിക്കണത് അതന്നെ. നല്ല കിടുക്കം പാട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ സംഗീതമേള നടക്കുകയാണ് കേസ്. സംഗീതമേള. അയ്യോ, ചോറൊക്കെ ഞാൻ ഇവിടെ തെറിപ്പിച്ച് ഒന്ന് റെഡി ആക്കിയിട്ട് പോരാം. ഞാൻ അപ്പോൾ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചിക്കനെയാണ് അത് മസാല പുള്ളിനകത്താണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ബിരിയാണിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഓക്കെ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ആ അവസ്ഥയാണ്. നമുക്ക് കഴിച്ചു നോക്കാം. മസാല കുറവാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഷോക്കായിട്ട് തോന്നാറ്. ഉള്ള മസാലയ്ക്കും വാവെന്ന് പറയാനായിട്ട് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ കുഴപ്പമില്ല. ഇവിടെയാണ് നമ്മുടെ അച്ചാർ കയറി വരുന്നത്. കുറച്ച് സ്വീറ്റ് ആൻഡ് പുളിയൊക്കെ ഉള്ള അച്ചാറാണ്. പപ്പടം ഇതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ബഹളം ഉണ്ടാക്കുന്ന കേസ്. ചിക്കനും കൂടെ വെച്ചിട്ട് എന്നിട്ട് ഒരു കംപ്ലീറ്റ് ബിരിയാണി. ഇപ്പം ശരിയായി കേസ്. ഇപ്പോൾ കുറച്ച് ശരിയായിട്ടുണ്ട്. എന്നാൽ മസാലയുടെ കുറവ് കുറച്ച് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു ആവറേജ് ബിരിയാണി. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉണ്ടാവുള്ളൂ. അത്താഴം ഞാൻ കഴിക്കത്തില്ല, സത്യം. ഇന്ന് കുറേ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ്. ലൈക്ക്, ഷെയർ, കമൻറ്റ്
ഞാൻ ഇങ്ങോട്ട് നോക്കണത്, ഇങ്ങോട്ടല്ലേ നോക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ